ഹലോ ഹായ് വെൽക്കം ബാക്ക്. നമ്മൾ +1 ഗ്രാമറിൽ 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ വൺ ഓഫ് ദ ഹോട്ടസ്റ്റ് ടോപ്പിക് ആണ്. ഈ എഡിറ്റിംഗിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഈ ഒരു 11th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചിട്ടുള്ള സകലമാന ഗ്രാമ പോർഷനും ചിലപ്പോൾ നമുക്ക് ഓർത്ത് വെക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന. ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഐഡിയ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 4 മാർക്ക് ഈസിലി സെക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് അത് ആൻസർ ചെയ്ത് അതിൽ നിന്നൊരു ധാരണ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അജണ്ട എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ പിടിച്ചോ. എഡിറ്റിംഗ് ദ ഫോളോയിങ് പാസേജ് 2023 ക്രിസ്മസിന് ചോദിച്ചിട്ടുള്ളതാണ്. I shall work for a India in which the poorest shall feel that it was their country in whose making they has an effective voice. വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു കല്ലുകടി ഫീൽ ചെയ്യും. ആ കല്ലുകടികൾ എന്തൊക്കെയാണെന്നുള്ളത് മാർക്ക് ചെയ്ത് തരാം. I shall work for a India എന്ന് നമ്മൾ പറയോ? ഇവിടെ നമ്മൾ പഠിക്കേണ്ടതില്ലേ എഫക്റ്റീവ് യൂസേജ് ഓഫ് ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് യൂസേജ് ഓഫ് ആർട്ടിക്കിൾസ് ആണ് ഇവിടെ നമുക്കൊരു കല്ലുകടിയായിട്ട് ഫീൽ ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള ആർട്ടിക്കിൾ ആണ് എ ആൻഡ് ദ എന്ന് പറയുന്നത്. നമ്മൾ എ യൂസ് ചെയ്യുന്നത് കൺസണന്റ് സൗണ്ട്സിന്റെ കൂടെയാണ്, ആൻ യൂസ് ചെയ്യുന്നത് നമ്മൾ വൊവൽ സൗണ്ടിന്റെ കൂടെയാണ്. യൂണിവേഴ്സൽ ആയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ദ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു വൊവൽ സൗണ്ട് ആയിട്ടാണ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എ അല്ല യൂസ് ചെയ്യേണ്ടത്, ആൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇൻ വിച്ച് ദ പുവറസ്റ്റ് ഷോൾ ഫീൽ ദാറ്റ് ഇറ്റ് വാസ് ദെയർ കൺട്രി. വാസ് അല്ല വരേണ്ടത്, ഈസ് ആണ് വരേണ്ടത്. വാസ് എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ടെൻസിലേക്ക് പോയി. ഇൻ ഹൂസ് മേക്കിംഗ് ദേ ഹാസ് ആൻ എഫക്റ്റീവ് വോയിസ് എന്ന് പറയുന്നു. ദേ എന്ന് പറയുന്നത് പ്ലൂറൽ അല്ലേ? ഇത് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഹാസ് യൂസ് ചെയ്തുകൂടാ, ഹാവ് യൂസ് ചെയ്യണം. സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലൂറലിന്റെ കൂടെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഹാവ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സിംഗുലറിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലറിന്റെ കൂടെ യൂസ് ചെയ്യേണ്ടത് ഹാസ് ആണ്. ഓക്കെ, അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുന്നു. ദ ബോയ് അലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഡാഷ് ഗോൺ എന്ന് പറയുന്നു. ഹാസ് ആണോ ഹാവ് ആണെന്നാണോ ചോദിച്ചിരിക്കുന്നത്? 2023 ക്രിസ്മസിന് ചോദിച്ചിരിക്കുന്നതാണ്. ബോയ് എന്ന് പറയുന്നത് ഒരാളാണ്, അതിന്റെ കൂടെ ടൂറിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഓഫ്കോഴ്സ് ഇതൊരു പ്ലൂരൽ ആണ് നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. പ്ലൂരൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഹാസ് വരരുത്, ഹാവ് ആണ് വരേണ്ടത്. 2021 മാർച്ചിന് ചോദിച്ചിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. The passage given below contains a few errors. Identify the errors, edit appropriately. Okay. ഇവിടെ തൊട്ട് ഇവിടെ വരെയാണ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഭാഗം. What's unique about cyberspace are that it liberates us in the tyranny of power structures where everyone live by the rule of majority. Cyberspace എന്ന് പറഞ്ഞുള്ള നമുക്ക് ഇനി പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ എന്നാണ്, പേടിക്കൊന്നും വേണ്ട. വാട്ട്സ് യുണീക്ക് അബൌട്ട് സൈബർ സ്പേസ് എന്ന് പറയുന്നിടത്ത് സൈബർ സ്പേസ് സിംഗുലർ ആണ്, ഒറ്റ ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് ആർ അല്ല, ഇവിടെ ഈസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇതിനാണ് നമ്മൾ ഹെൽപ്പിംഗ് വേർബ് എന്ന് പറയുന്നത്. ഈസ് ആം വാസ് വേർ ആർ എന്നൊക്കെ പറയുന്നതിനാണ് നമ്മൾ ഹെൽപ്പിംഗ് വേർബ് എന്ന് പറയുന്നത്. ഇതിലുള്ള ഈസ് ആം വാസ് ഇല്ലേ, ഇത് നമ്മൾ സിംഗുലറിന്റെ കൂടെയാണ് യൂസ് ചെയ്യുക. ഈ വേറും ആറും യൂസ് ചെയ്യുന്നതാണ് നമ്മൾ പ്ലൂറലിന്റെ കൂടെ. ഇത് തന്നെ ഈ വാസും വേറും നമ്മൾ പാസ്റ്റ് ടെൻസിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇറ്റ് ലിബറേറ്റ്സ് അസ് ഇൻ ദ ടിറനി എന്ന് പറഞ്ഞുകൂടാ. ഇൻ ദ ടിറനി അല്ല, ടിറനിയിൽ എന്നായി പോകും. ടിറനി എന്ന് പറഞ്ഞാൽ സ്വേച്ഛാധിപത്യം എന്നാണ് അർത്ഥം. സ്വേച്ഛാധിപത്യത്തിൽ നിന്നും എന്നൊരു അർത്ഥത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ഫ്രം ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഓഫ് പവർ സ്ട്രക്ചേഴ്സ് വെർ എവ്രി വൺ ലിവ് ബൈ ദ റൂൾ ഓഫ് മെജോറിറ്റി എന്ന് പറയുന്നിടത്ത് പ്രശ്നം എന്താണെന്ന് അറിയോ? ഈ എവ്രി വൺ എന്ന് പറയുന്ന എവ്രി വൺ, എവ്രിബഡി, എവ്രിതിങ്, എനി വൺ, എനിബഡി, എനിത്തിങ്, നോബഡി, നോ വൺ, നത്തിങ്, സംവൺ, സംതിങ്, സംബഡി എന്നൊക്കെ പറയുന്നതൊക്കെ സിംഗുലർ ആണ്. ഇത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ബേസ് ഫോം മാത്രം യൂസ് ചെയ്താൽ മതിയാവൂല. ബേസ് ഫോമിന്റെ കൂടെ ഒരു എസ് കൂടെ യൂസ് ചെയ്യണം. ലിവ് എന്നല്ല, ലിവ്സ് ബൈ ദ റൂൾ ഓഫ് മെജോറിറ്റി എന്നുള്ളത് മാറും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്താണോ സബ്ജക്ട് യൂസ് ചെയ്യുന്നത്, പ്ലൂറൽ ആണോ അതോ അത് സിംഗുലർ ആണോ, അതിന് അനുയോജ്യമായുള്ള, അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർബ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഈ ഐ യു ദേ വി, ഐ യു ദേ വി അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലൂരൽ, ഇതിന്റെ കൂടെ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ബേസ് ഫോം ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ വാക്ക് എന്നാണെന്നുണ്ടെങ്കിൽ അവിടെ വാക്ക് എന്ന് മാത്രം മതി. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെയാണ് വരേണ്ടത്. നമുക്ക് യൂസ് ചെയ്യേണ്ട വേർബ് വാക്ക് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ എസ് ഫോം വേണ്ട, വാക്ക് എന്ന് മാത്രം മതി. പക്ഷെ ഓൺ ദി അതർ ഹാൻഡ് ഹി, ഷീ, ഇറ്റ്, ദാറ്റ് അല്ലെങ്കിൽ സിംഗുലർ ആയ സാധനങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ബേസ് ഫോം മാത്രം പോരാ, അതിന്റെ കൂടെ ഒരു എസ് കൂടെ വരണം. ഇവിടെ വാക്ക് എന്ന് എഴുതിയാൽ ശരിയാവില്ല, ഇവിടെ വാക്സ് എന്ന് തന്നെ വരണം.
ഇവിടെ കൊണ്ടോ ഐ ലൈക്സ് ടു വാച്ച് ക്രിക്കറ്റ് എന്ന് പറയുന്നത് തെറ്റല്ലേ? കാരണം ഇവിടെ ബേസ് ഫോം മാത്രം മതി, എസ് വേണ്ട. അതുപോലെ തന്നെ ഹി ലൈക്ക് ടു വാച്ച് ക്രിക്കറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഹി ലൈക്സ് ടു വാച്ച് ക്രിക്കറ്റ് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഹി ഷീ ഇറ്റ് ദാറ്റ് സിംഗുലർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എസ് ഫോം കൂടെ ആഡ് ചെയ്യണം. യൂണിവേഴ്സിറ്റി ഓഫർ ഡിപ്ലോമ കോഴ്സ് ഇൻ സൈക്കോളജി എന്ന് പറയാൻ പറ്റുമോ? യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സിംഗുലർ അല്ലേ? അങ്ങനെയാണെന്നെങ്കിൽ ഓഫർ എന്ന് മതിയോ? ഓഫേഴ്സ് എന്ന് വേണം. ഊബർ ഡ്രൈവർ ഹാവ് റീച്ച് ദ പാർക്കിംഗ് ലോട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഊബർ ഡ്രൈവർ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അതുകൊണ്ട് ഹാവ് പറ്റൂല, ഹാസ് വേണം. അങ്ങനെയാണെങ്കിൽ പിടിച്ചോ. വൺ ഓഫ് ദ ഷീപ്പ് ഡാഷ് എ ബെൽ ഓൺ ഇറ്റ്സ് നെക്ക് എന്ന് പറയുന്നു. വൺ ഓഫ് ദ ഷീപ്പ് എന്ന് പറയുമ്പോൾ ഇത് ഒന്നേ ഉള്ളൂ, സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ ഹാവ് വേണ്ട, ഹാസ് മതി. ദ ടീച്ചർ ടുഗദർ വിത്ത് ദ സ്റ്റുഡൻസ്, ടീച്ചറും സ്റ്റുഡൻസും ഉണ്ട്, പ്ലൂറലാ. അതുകൊണ്ട് ഹാസ് വേണ്ട, ഹാവ് മതി. നെയ്തർ ദ ടീച്ചർ നോ ദ സ്റ്റുഡൻസ്, അപ്പോഴും പ്ലൂറലാ, കാരണം ടീച്ചറും സ്റ്റുഡൻസും ഉണ്ട്. അപ്പൊ എന്ത് വേണ്ട? ഹാസ് വേണ്ട, ഹാവ് മതി. ഇഫ് യു ഇൻവൈറ്റ് വേണ്ട, അത് നമ്മുടെ ഇഫ് ക്ലോസ്, അത് നമുക്ക് പിന്നെ പഠിക്കാം. പിന്നെ നമ്മൾ ഡു യൂസ് ചെയ്യുന്നത് പ്ലൂറലിന്റെ കൂടെയാണ്. ഡു യു ഹാവ് എ പെൻ എന്ന് ചോദിക്കുന്നിടത്ത് യു സാധാരണഗതിയിൽ നമ്മൾ എന്തിലാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പ്ലൂറലിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡസ് നമ്മൾ സിംഗുലറിന്റെ കൂടെയാണ്. ഡസ് ഇറ്റ് വർക്ക്, ഡസ് ഇറ്റ്, ഇറ്റ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ഡസ് ആണ്. ഡിഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ പാസ്റ്റ് ടെൻസിലാണ്. ഡിഡ് യു ഡു യുവർ ഹോംവർക്ക്, നീ ചെയ്തായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്താണ് നമ്മൾ ഡിഡ് യൂസ് ചെയ്യുന്നത്. ഈ വില്ലും വുഡും യൂസ് ചെയ്യുന്നത് നമ്മൾ വില്ല് ഫ്യൂച്ചറിലും വുഡ് പാസ്റ്റ് ടെൻസിലുമാണ്. പക്ഷെ രണ്ട് വന്നു കഴിഞ്ഞാലും അതിനുശേഷം യൂസ് ചെയ്യേണ്ട വെർബ് അത് V1-ലായിരിക്കണം. വിൽ യു മാരി മീ, വിൽ യു മാരി മീ എന്ന് പറയുന്നിടത്ത് മാരി എന്ന് പറയുന്നത് എന്താ? അതൊരു വെർബാണ്. ആ വെർബ് അതിന്റെ ഫസ്റ്റ് ഫോമിലാണ് മാരി, അല്ലെങ്കിൽ V1-ലാണുള്ളത്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പിടിച്ചോ. After my address, hundreds of hands was raised to asking questions. Due to the limited availability in time, I selected 12 students on random to ask questions. ഇവിടെ ഹൺഡ്രഡ്സ് ഓഫ് ഹാൻഡ്സ് എന്ന് പറയുന്നത് എന്താ? ഇത് പ്ലൂറൽ അല്ലേ? അതുകൊണ്ട് തന്നെ വാസ് മതിയോ? പോരാ, വേർ വേണം. റേസ് ടു ആസ്കിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞുകൂടാ, കാരണം ടു വന്നു കഴിഞ്ഞാലല്ലേ അവിടെ ഒരിക്കലും പിന്നെ വെർബിൽ ING ഫോം വരരുത്. എപ്പോഴും അതിന്റെ ബേസ് ഫോം മാത്രം മതി. അതുകൊണ്ട് തന്നെ ആസ്ക് എന്നായിരിക്കണം. ടു ആസ്ക്, ടു ജംപ്, ടു റൺ, ടു വാക്ക്, ടു സ്വിം എന്ന് പറയുന്നിടത്ത് എല്ലായിടത്തും വെർബിന്റെ ഫസ്റ്റ് ഫോം മാത്രം മതി, ടു കഴിഞ്ഞ പാടെ. ഡ്യൂ ടു ദ ലിമിറ്റഡ് അവൈലബിലിറ്റി ഇൻ ടൈം അല്ല, ഡ്യൂ ടു ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ടൈം എന്ന് വരണം. ഐ സെലക്ടഡ് 12 സ്റ്റുഡൻസ് ഓൺ റാൻഡം അല്ല, അറ്റ് റാൻഡം എന്നുള്ളതാണ് വരേണ്ടത്. അപ്പൊ 4 മാർക്ക് കിട്ടി. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ പിടിച്ചോ. 2022 ക്രിസ്മസിന് ചോദിച്ചിരിക്കുന്നതാണ്. യങ് ഫ്രണ്ട്സ്, ലെറ്റ് മീ ഡിസ്കസ് ടു യു ഹൗ യു ക്യാൻ ബി യുണീക്. I have so far met 15 million youths of a decade's time. I learned every youth want to be unique, that is you. കുറേ പ്രശ്നങ്ങളുണ്ട്. യങ് ഫ്രണ്ട്സ്, ലെറ്റ് മീ ഡിസ്കസ് ടു യു അല്ല, ലെറ്റ് മീ ഡിസ്കസ് വിത്ത് യു. നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യട്ടെ, നിങ്ങളിലേക്കല്ല, നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യട്ടെ. ഹൗ യു ക്യാൻ ബി യുണീക്. I have so far met 15 million youth അല്ല, youths of a decade's time അല്ല, ഓഫ് അല്ല വരേണ്ടത്, over a decade's time, over a decade's time. I learned എന്ന് നമ്മൾ പറയൂല, I have learned എന്ന് പറയണം. കാരണം എന്താണെന്നറിയോ? പറഞ്ഞുതരാം. ഐ ഹാവ് ലേൺഡ് എന്ന് പറയാനുള്ള കാരണം ഇവിടെ എവിടെയും ടൈമിനെ കുറിച്ച് ഒരു മെൻഷൻ ചെയ്യുന്നില്ല. പണ്ട് നടന്ന കാര്യമാണെന്ന് പറയുന്നു, പക്ഷെ എപ്പോഴാണ് കൃത്യമായിട്ട് നടന്നതെന്ന് പറയുന്നില്ല. അപ്പൊ നമുക്ക് സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യണ്ട. ഇവിടെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. പ്രസന്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഐ ഹാവ് ലേൺഡ് എന്ന് പറയണം. എവ്രി യൂത്ത് എന്ന് വേണ്ട, എവ്രി യൂത്ത് വാണ്ട്സ് ടു ബി യുണീക്, ദാറ്റ് ഈസ് യു. 4 മാർക്കായി. ഓക്കെ, പ്രപ്പോസിഷന്റെ ഒരു ചാർട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഒരു റെഫറൻസിന് വേണ്ടിയിട്ടാണ്. ഇതിന് അനുയോജ്യമായിട്ടാണ് നമ്മൾ പ്രപ്പോസിഷൻസ്, ഈ ഇന്ന്, ഓൺ, അറ്റ്, ഫോർ, വിത്ത്, ടു, ഫ്രം, ബൈ, പിന്നെ ഓഫ്, ഇൻ ടു, ഈ 10 പ്രപ്പോസിഷൻസിന്റെ ഒരു റെഫറൻസ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതൊന്ന് നിങ്ങൾ റെഫർ ചെയ്യും. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമാണ് ടെൻസസ് എന്ന് പറയുന്നത്. നമ്മൾ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ടെൻസസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഹി ബൈസ് എ കാർ ലാസ്റ്റ് മന്ത് എന്ന് പറയുന്നു. ലാസ്റ്റ് മന്ത് എന്ന് പറയുന്നത് പാസ്റ്റിലാണ്. അതുപോലെ തന്നെ കൃത്യമായിട്ട് എപ്പോ പാസ്റ്റിൽ നടന്നു എന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് മന്ത് എന്ന് പറയുന്നത് സ്പെസിഫിക്കലി ഏത് സമയമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ആ വെർബിനെ ചുമ്മാ അങ്ങോട്ട് പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റി എഴുതിയാൽ മതി. ബൈസ് എന്ന് പറഞ്ഞാൽ മതിയാവോ? ഇല്ല. ഇവിടെ ബോട്ട് എന്ന് പറയുന്ന അതിന്റെ പാസ്റ്റ് ടെൻസിലേക്ക് ആ വെർബിനെ മാറ്റി എഴുതണം. പക്ഷെ എല്ലാ കേസുകളിലും അങ്ങനെയല്ല. ചില കേസുകളിൽ 2 കാര്യങ്ങളും പാസ്റ്റിലായിരിക്കും നടക്കുന്നത്. അതിൽ ഒരു കാര്യം ആദ്യം നടന്നിട്ടുണ്ടാവും, പിന്നീട് നടന്നിട്ടുള്ള കാര്യമായിരിക്കും രണ്ടാമത് പറയുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ദ പോലീസ് കെയിം ഓൺലി ആഫ്റ്റർ ദ തീഫ്
ഡാഷ് എസ്കേപ്പ് എന്ന് പറയുന്നു. ഇവിടെ ആക്ച്വലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പോലീസ് വന്നപ്പോഴത്തേക്കും കള്ളൻ രക്ഷപ്പെട്ടു എന്നാ പറയുന്നത്. അപ്പൊ കള്ളൻ രക്ഷപ്പെട്ട കാര്യം ആദ്യം നടന്നു, അതിനുശേഷം പോലീസ് വന്നു. ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടതില്ലേ പാസ്റ്റ് പെർഫെക്റ്റിനെയാണ്. പാസ്റ്റ് പെർഫെക്റ്റിനെയാണ്. പാസ്റ്റ് പെർഫെക്റ്റ് എഴുതാൻ നമുക്ക് വേണ്ടത് ഹാഡ് പ്ലസ് V3 ആണ്. പക്ഷെ എവിടെ നമുക്ക് ഹാഡ് പ്ലസ് V3 കൊടുക്കാം, എവിടെ നമുക്ക് സിമ്പിൾ പാസ്റ്റ് കൊടുക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ രണ്ട് കാര്യങ്ങൾ നടന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ നടന്ന കാര്യങ്ങളിൽ ആദ്യം നടന്ന കാര്യം എന്ന് പറയുന്നത് കള്ളൻ രക്ഷപ്പെടലാണ്. കള്ളൻ രക്ഷപ്പെട്ടു, അതിനുശേഷം പോലീസ് വന്നു. ആദ്യം നടന്ന കാര്യത്തിന് നമ്മൾ ഹാഡ് പ്ലസ് V3 കൊടുക്കണം. അപ്പൊ തീഫ് ഹാഡ് എസ്കേപ്ഡ് എന്നുള്ളതായിട്ട് മാറും. ഹാഡ് എസ്കേപ്ഡ് എന്നുള്ളതായിട്ട് മാറും. എസ്കേപ്ഡ് എന്നുള്ളതായിട്ട് മാറും. ഓക്കെ, ഇനി ലാസ്റ്റ് ഇയർ ഐ ഡാഷ് വാക്ക് ബാക്ക് ഹോം എവറി ഈവനിങ് എന്ന് പറയുന്നു. ഇവിടെ എവറി ഈവനിങ് എന്നും ലാസ്റ്റ് ഇയറിലാണെന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. സിമ്പിൾ പാസ്റ്റ് മതി. അപ്പോൾ ഇവിടെ ഐ വാക്ക്ഡ് എന്ന് മതി. He usually wears pant, but now he is wearing a dhoti. So ഇവിടെ wearing എന്ന് വരണം. wearing ing ഫോം ആവാനുള്ള കാരണം ഇപ്പൊ അയാൾ ഉടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ല പ്രസന്റിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ wearing ing ഫോമിൽ യൂസ് ചെയ്യണം. Look the snow is falling എന്ന് വരണം. ഈസ് ഫോളിങ് വരാനുള്ള കാരണം അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക, പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ടെൻസസിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതകളുണ്ട്. മിക്കവാറും കേസുകളിൽ എന്തായിരിക്കും അറിയോ, സിമ്പിൾ പാസ്റ്റ് സിമ്പിൾ പ്രസന്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എപ്പോഴും ശ്രദ്ധിക്കുക അത് ഏത് ടെൻസിലാണ് ആ ഒരു പാസേജ് പോകുന്നത് എന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ നേരത്തെ കണ്ടൊരു സാധനമാണ് അമൽ വാസ് സോ എക്സൈറ്റഡ് ടു വാച്ചിങ് ദ മൂവി എന്ന് നമ്മൾ പറയില്ല. കാരണം ടു വന്നു കഴിഞ്ഞാൽ ing ഫോം വരരുത്, അതിന്റെ ബേസ് ഫോം മാത്രമേ വരാൻ പാടുള്ളൂ. ടു വാച്ച് എന്ന് മാത്രം മതി. ഈ ക്വസ്റ്റ്യൻ വേണ്ട. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ പിടിച്ചോ. ഇത് 2018 ക്രിസ്മസിന് ചോദിച്ചിട്ടുള്ളതാണ്. ദ വുമൻ ഓഫ് നമുവാന വില്ലേജ് സ്റ്റിൽ പ്രിസർവ് എ വെരി സ്ട്രേഞ്ച് റിച്വൽ ദാറ്റ് ഓഫ് കോളിംഗ് ടർട്ടിൽസ് ഫ്രം ദ സീ. ഇഫ് യു വിസിറ്റ്സ് നമുവാന വില്ലേജ് ഇൻ സീ ദ ടർട്ടിൽ കോളിംഗ് യുവർ ഷൂണർ ആങ്കർ ഇൻ ബ്യൂട്ടിഫുൾ ഡേ റൈറ്റ് അണ്ടർ ദ ക്ലിഫ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. 4 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഒരുപാട് കല്ലുകടികളുണ്ട്. ദ വുമൻ എന്ന് പറയുന്നത് ആക്ച്വലി പ്ലൂരൽ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിസർവ്സ് എന്ന് പറഞ്ഞുകൂടാ, പ്രിസർവ് എന്ന് മാത്രം മതി. പ്രിസർവ് എ വെരി സ്ട്രേഞ്ച് റിച്വൽ ദാറ്റ് ഓഫ് കോളിംഗ് ടർട്ടിൽസ് ഫ്രം ദ സീ. ഓക്കെ, അത് ഒഴിവാക്കാം. ഇഫ് യു വിസിറ്റ്സ് എന്ന് നമ്മൾ പറയോ, യു എന്ന് പറയുന്നത് നമ്മൾ പ്ലൂറലിന്റെ കൂടെ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ വിസിറ്റ്സ് എന്ന് വേണ്ട, വിസിറ്റ് എന്ന് മതി. വിസിറ്റ് നമുവാന വില്ലേജ്. ഇൻ എന്ന് നമുക്ക് പറഞ്ഞുകൂടാ, ഡ്യൂറിങ് എന്ന് വേണം അല്ലെ. ഡ്യൂറിങ് ആ സമയമാണ് അവിടെ കാണിക്കേണ്ടത്. ഈ ഒരു സമയത്ത് നിങ്ങൾ അവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഡ്യൂറിങ്. സീ ദ ടർട്ടിൽ കോളിംഗ് അല്ല, ദ സീ ടർട്ടിൽ കോളിംഗ് എന്ന് വേണം. ഇത് ആ സെന്റൻസ് തന്നെ കുറെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ചെറിയ അറേഞ്ച്മെന്റ് വരുത്തിയാൽ മതി. ദ ഇങ്ങോട്ട് പോയിട്ട് സീ ടർട്ടിൽ കോളിംഗ് എന്ന് മാറ്റി എഴുതാം. യുവർ ഷൂണർ ആങ്കർ അല്ല, ഷൂണർ ആങ്കേഴ്സ് എന്നുള്ളത് നമ്മൾ എഴുതണം. അതുപോലെ തന്നെ ഇൻ ബ്യൂട്ടിഫുൾ ഡേ റൈറ്റ് അണ്ടർ ദ ക്ലിഫ് എന്ന് പറയുന്നിടത്ത് പ്രശ്നമുണ്ട്. ആ സെന്റൻസിന് റീസ്ട്രക്ചർ ചെയ്യണം. റൈറ്റ് അണ്ടർ ദ ക്ലിഫ് ആദ്യം വരണം, ഈ ഭാഗം ഇങ്ങോട്ടും വരണം. അപ്പോ റൈറ്റ് അണ്ടർ ദ ക്ലിഫ്. പിന്നെ നമ്മൾ ഇൻ ബ്യൂട്ടിഫുൾ ഡേ എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു സൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്നൊക്കെ പറയുന്ന സമയത്ത് ദിവസങ്ങൾ പറയുമ്പോൾ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇൻ ബ്യൂട്ടിഫുൾ ഡേ എന്നല്ല, ഓൺ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു ആർട്ടിക്കിളും യൂസ് ചെയ്യണം, എ യൂസ് ചെയ്യണം. ഓൺ എ ബ്യൂട്ടിഫുൾ ഡേ എന്ന് തന്നെ നമ്മൾ യൂസ് ചെയ്താലേ 4 മാർക്ക് കിട്ടുള്ളൂ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ ഇങ്ങനെ ഒന്നും ചോദിക്കാറില്ല, ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. വേറൊരു ക്വസ്റ്റ്യൻ കൂടെ പിടിച്ചോ. The passage given below contains a few errors. Edit the passage എന്നാ പറഞ്ഞത്. Manipur is a land of several possibility, especially for adventurous activities. The topography of Manipur offer opportunities for caving, rafting, paragliding, rock climbing and windsurfing. Shirui Hills is one of the most famous treks in Manipur, and nature lovers throngs the roads leading to the range during the Shirui Lily Festival. അയക്കാൻ തന്നെ കിട്ടുന്നില്ല. മണിപ്പൂർ ഈസ് എ ലാൻഡ് ഓഫ് സെവറൽ എന്നാ പറഞ്ഞത്, ഒരുപാട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പോസിബിലിറ്റി എന്നുള്ളത് പോരാ, പോസിബിലിറ്റീസ് എന്ന് വേണം. കാരണം സെവറൽ എന്ന് പറയുമ്പോൾ ഒരുപാട് എന്നുള്ള അർത്ഥത്തിൽ വരുന്നുണ്ട്. എസ്പെഷ്യലി ഫോർ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ്. ദ ടോപ്പോഗ്രഫി ഓഫ് മണിപ്പൂർ എന്ന് പറയുന്നത് ഒന്നാണ്, സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ ഓഫർ പോരാ, ഓഫേഴ്സ് എന്ന് വരണം. ഓഫേഴ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ കേവിംഗ്, റാഫ്റ്റിംഗ് എന്നുള്ളിടത്ത് കോമ ഇട്ടിട്ടില്ല. റാഫ്റ്റിംഗ്, പാരഗ്ലൈഡിംഗ്, റോക്ക് ക്ലൈംബിംഗ് ആൻഡ് വിൻഡ് സർഫിംഗ്.
Shirui Hills is one of the most famous treks in Manipur. പ്രശ്നമൊന്നുമില്ല. The nature lovers throngs, അവിടെ ഒരു പ്രശ്നമുണ്ട്. Nature lovers എന്ന് പറയുന്നത് പ്ലൂരൽ ആണ്. Lovers എസ് ഉണ്ട് അല്ലെ. Throngs വേണോ? വേണ്ട, throng മതി. The roads leading in പോരാ, into എന്ന് വരണം. Into the ranges during the Shirui Lily festival. 4 മാർക്കായി. അവസാനത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കിക്കോ. The young seagull was not confident to flying. It is his mother who helped him at least. After make his first flight, he realized his strength. Young seagull was not confident to flying എന്ന് പറയോ? To fly നമ്മൾ നേരത്തെ കണ്ടു. To വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ing യൂസ് ചെയ്യില്ല. It is his mother അല്ല, it was. കാരണം നമ്മൾ ഇവിടെ ഓൾറെഡി പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. At least അല്ല, at last അവസാനം പുള്ളിക്കാരിയാണ് ഹെൽപ്പ് ചെയ്തത്. ആഫ്റ്റർ മേക്ക് അല്ല, ആഫ്റ്റർ മേക്കിംഗ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഹി റിയലൈസ്ഡ് ഹിസ് സ്ട്രെങ്ത്. സോ ഇങ്ങനെയാണ് നമ്മൾ എഡിറ്റിംഗ് ക്വസ്റ്റ്യൻസിന്റെ ഏറ്റവും നല്ലൊരു അപ്രോച്ച്. കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്രിസ്മസ്, ഓണം, പെരുന്നാള്, എല്ലാ തരം എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകളും കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ എഡിറ്റിംഗ് പോർഷൻസിലെ എഡിറ്റിംഗ് ക്വസ്റ്റ്യൻസിലെ അത് ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇത് മാത്രമേ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം 1ാം ക്ലാസ് തൊട്ട് ഈ ഒരു 11th സ്റ്റാൻഡേർഡ് വരെയുള്ള എല്ലാ ഗ്രാമർ പോർഷൻസും നമുക്ക് ഓർത്ത് വെക്കുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കലാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. സോ എഡിറ്റിംഗിനെ കുറിച്ച് ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു 4 മാർക്ക് അടിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. താങ്ക് യു.